മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ വീടൊന്നിന് 20 ലക്ഷം രൂപ ചിലവ് നിശ്ചയിച്ച് സർക്കാർ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. വീട് മാറി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക ലിസ്റ്റും തയ്യാറാക്കും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, വീടൊരുക്കുന്നത് 20 ലക്ഷം രൂപയ്ക്കാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? പ്രവീണ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഇതിൽ തന്നെ നേരത്തെ ഒരു വീട് ഒരുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിന് 25 ലക്ഷം രൂപ എന്നുള്ളതായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്ന ഒരു കാര്യം. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഊരാളുകളുമായിട്ടൊക്കെ സംസാരിച്ച അത് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് കുറച്ചിരിക്കുന്നു. അതായത് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന വീടൊന്നിന് 20 ലക്ഷം രൂപയാണ് ഇപ്പോൾ സർക്കാർ ചെലവ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതാണ് നമ്മൾ രണ്ട് പട്ടികകളിലായി 323 വീടുകളായിരിക്കും വരിക എന്നുള്ളതാണ്, ആദ്യഘട്ടത്തിൽ വരിക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള തീരുമാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതേസമയം നോ ഗോ സോൺ, അതായത് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ താമസിക്കുന്നവരെ പരിഗണിക്കും. അവരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനവും ഇന്നുണ്ടായിരിക്കുന്നു. വീട് മാറി താമസിപ്പിക്കേണ്ടവരുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രവിത. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.